ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ എന്താ? വെബ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ വെബ് ആപ്ലിക്കേഷന് രണ്ട് പാർട്സ് ഉണ്ടാവും. എന്തൊക്കെയാ? ഒരു ഫ്രണ്ട് എൻഡും ഉണ്ടാവും, ബാക്ക് എൻഡും ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് വെച്ചിട്ടാണ്. ഫ്രണ്ട് എൻഡിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എങ്ങനെയാണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? ഒരു വെബ് പേജ് ആണ്. ഞാൻ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വെബ് പേജ് ആണ് കാണുന്നത്. അപ്പൊ ഞാൻ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത വെബ് പേജിന്റെ കറസ്പോണ്ടിങ് ഡോക്യുമെന്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ കാണിക്കുന്നത്? ഡോക് ടൈപ്പ് HTML. അതായത് ഞാനിപ്പോ ഓപ്പൺ ചെയ്തിട്ടുള്ള പേജിന്റെ ഡോക്യുമെന്റ് ടൈപ്പ് എന്താണ്? HTML ആണ്. ഒരു വെബ് പേജ് നിങ്ങൾക്ക് ബ്രൗസറിൽ കാണണമെങ്കിൽ ആ പേജിന്റെ ഡോക്യുമെന്റ് ടൈപ്പ് ഷുഡ് ബി എന്തായിരിക്കണം? HTML ആയിരിക്കണം. നമ്മൾ HTML യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ HTML എന്ന് പറഞ്ഞാൽ? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താ അതിന്റെ പേർപ്പസ്? എന്താ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? മാർക്കപ്പ് ലാംഗ്വേജ് HTML ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ? അല്ല. എന്തുകൊണ്ടല്ല എന്ന് വേറെ റീസൺ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് അപ്പൊ എക്സാമ്പിൾ പറഞ്ഞു. C++, ജാവ, പൈത്തൺ ഇതൊക്കെ എന്താണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ്. ദെൻ എന്തുകൊണ്ട് HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല എന്ന് പറയുന്ന റീസൺ? പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. മാർക്കപ്പ് ലാംഗ്വേജ് എന്തിനാ യൂസ് ചെയ്യുന്നത്? പറയുന്നത് പോലെ നമ്മൾ പേജിലെ കണ്ടന്റ് ഡിസ്പ്ലേക്ക് അല്ലെങ്കിൽ അതിന്റെ ലേ ഔട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് മാർക്കപ്പ് ലാംഗ്വേജ്. HTML അല്ലാതെ വേറെ ഏതെങ്കിലും മാർക്കപ്പ് ലാംഗ്വേജ് അറിയോ? ആൻഡ്രോയിഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ? ആൻഡ്രോയിഡ് ഉണ്ടായിരുന്നോ VCA? ഇല്ല. XML എന്ന് കേട്ടിട്ടുണ്ടോ? XML ഒക്കെ എന്താണ്? ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. പക്ഷെ നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന, നമ്മൾ ആൻഡ്രോയിഡ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ XML ആ യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പേജിലെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? HTML ആണ്. അപ്പൊ മാർക്കപ്പ് ലാംഗ്വേജസ് കോമൺലി ഫോക്കസ് ചെയ്യുന്നത് കണ്ടന്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കപ്പ് ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? HTML. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് വർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലോജിക്കിന്റെ അൽഗോരിതത്തിന്റെ ആവശ്യമില്ല. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ്ഡ് ഓൺ ഒരു അൽഗോരിതത്തിന്റെ ബേസ്ഡിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും? അത് വർക്ക് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് HTML ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും C ഡ്രൈവിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ഡ്രൈവിൽ നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാഫ് റൂം ഉണ്ട്. തൽക്കാലം അവിടെ നിന്ന് ഒരു ലാപ്പ് എടുത്തിട്ട് വന്നു. C ഡ്രൈവിൽ അല്ലാതെ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇനി കോഴ്സ് ചെയ്യുന്ന എൻ്റെ കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഏത് ലൊക്കേഷനാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ദെൻ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ നെയിമോ അല്ലെങ്കിൽ കോഴ്സിന്റെ നെയിമോ എന്തെങ്കിലും കൊടുത്തിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഡെസ്ക്ടോപ്പ് ചെയ്യേണ്ട, കാരണം നമ്മൾ റിയാക്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മേ ബി ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അല്ല, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ഡെസ്ക്ടോപ്പിലൊന്നും കൊടുക്കാതിരിക്കുന്ന നല്ലത്. കാരണം നിങ്ങളുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ക്രാഷ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോകുന്നത് എന്തായിരിക്കും? ഡെസ്ക്ടോപ്പിലെ കാര്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ ഡ്രൈവിൽ കീപ്പ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത്. ദെൻ ആ ഫോൾഡറിന്റെ അകത്ത് HTML കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് HTML വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് HTML ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഡ്രൈവേ ഉള്ളൂ. അവിടെ ഡി കാണില്ലേ, ലോക്കൽ ഡിസ്ക് ഡി. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കുറച്ച് ചെയ്താണ് ഇവിടെ ഐഡന്റിറ്റി സ്പേസിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാണുന്നുണ്ടോ? ടോപ്പിൽ ഫോൾഡർ എന്നിട്ട് ഓണോ എന്തെങ്കിലും ഒരു പേര് ഞാൻ ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഓക്കെ, എഗെയിൻ ഒരു HTML വേണ്ടിയിട്ട് ഒരു ഫോൾഡർ എന്റർ അടിച്ചു. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാം? എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു HTML ഫയലിന്റെ സ്ട്രക്ചർ എന്താ? എങ്ങനെയായിരിക്കും ഒരു സിമ്പിൾ HTML ഫയലിന്റെ ഒരു സ്ട്രക്ചർ വരും? ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡിലാണോ? ഡോക് ടൈപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ബേസിക് ഞാൻ HTML ഒരു പെർട്ടിക്കുലർ വേർഷൻ അല്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു HTML ഡോക്യുമെന്റ് സ്ട്രക്ചർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിലായിരിക്കും HTML എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടായിരിക്കും. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് HTML ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട വെബ് പേജിന്റെ എൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ആക്ച്വലി മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറെ ടാഗുകളുടെ കോമ്പിനേഷനാണ്. HTML ആക്ച്വലി കളക്ഷൻ ഓഫ് HTML എലമെന്റ്സ് എന്ന് പറയാം. അപ്പൊ ഏതൊരു HTML ഡോക്യുമെന്റ് ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് HTML എന്ന് പറയുന്ന, അതായത് ആംഗുലർ ബേസിസ് ഓപ്പൺ ചെയ്യുക, അതിനുള്ളിൽ HTML എന്ന് പറയുന്ന ടാഗ് വെച്ചിട്ടായിരിക്കും എപ്പോഴും ഒരു HTML ഡോക്യുമെന്റ് എന്ത് ചെയ്യുക, ബിഗിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് പ്ലേസ് ചെയ്യണം? ഹെഡ്. നെക്സ്റ്റ് പ്ലേസ് ചെയ്യേണ്ട ടാഗ് ആണ് ഹെഡ് ടാഗ്. ഹെഡ് ടാഗിന്റെ പെർപ്പസ് എന്താ? പിന്നെ ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത് ഹെഡിങ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേജ് ഡിസ്പ്ലേ ചെയ്യുന്ന, ഹെഡിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് അല്ലേ? അത് എവിടെയല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, ഹെഡ് സെക്ഷനിലല്ല. ഹെഡ് സെക്ഷൻ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെബ് പേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾ ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ടാബിൽ നിങ്ങൾക്ക് ഒരു പേര് കാണാം. ആ ടാബിൽ നിങ്ങൾക്ക് ആ പേജിന് എന്തെങ്കിലും ടൈറ്റിൽ കൊടുക്കണമെങ്കിലാണ് നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യുക, ടൈറ്റിൽ ടാഗ്. അത് ഏത് സെക്ഷൻ്റെ ഉള്ളിൽ തന്നെ വരണം, ഹെഡ് സെക്ഷൻ അണ്ടറിലാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുക, ടൈറ്റിൽ. ഒരു വെബ് പേജിന് ടൈറ്റിൽ ഡിഫൈൻ ചെയ്യാൻ അവിടെ എന്തുണ്ട്, ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈറ്റിൽ ടാഗിനുള്ളിൽ വേണം നിങ്ങൾ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ, വെബ് പേജിന് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ. ആദ്യം HTML ടാഗ് പ്ലേസ് ചെയ്യുക, ദെൻ ഹെഡ് ടാഗ് പ്ലേസ് ചെയ്യുക. ഹെഡ് ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെബ് പേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കണം. ആ ടൈറ്റിൽ സെറ്റ് ചെയ്യാനാണ് ഏത് ടാഗ് ഉള്ളത്, ടൈറ്റിൽ ടാഗ്. ആ ടൈറ്റിൽ ടാഗ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഉള്ളിലായിരിക്കണം, ഹെഡ് ടാഗിന്റെ ഉള്ളിലായിരിക്കണം. ദെൻ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണോ പർപ്പസ് ഹെഡ് ടാഗിന്റെ? അപ്പൊ നിങ്ങളിപ്പോ HTML നമ്മൾ CSS യൂസ് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആ വെബ് പേജിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ HTML ഫയലിനെ വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഫയലുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ കണക്ഷൻ ലിങ്ക് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എവിടെയായിരിക്കും, ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലായിരിക്കും. അപ്പൊ നമ്മൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബേസിക് ആയിട്ട് ഹെഡ് ടാഗിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ടാഗാണ് ഇത്, ടൈറ്റിൽ ടാഗ്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിൽ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടൈറ്റിൽ. ആ ടൈറ്റിൽ എവിടെയാ ഷോ ചെയ്യുക, വെബ് പേജിലാണ് അല്ല, ആ ടേബിളായിരിക്കും. അതായത് ആ വെബ് പേജിന്റെ ടോപ്പിലെ ടാബിലായിരിക്കും നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന ടൈറ്റിൽ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഹെഡ് സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഹെഡ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് ടാഗ് പ്ലേസ് ചെയ്യണം, ബോഡി ടാഗ്. ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബോഡി ടാഗിനുള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണോ അത് മാത്രമേ നിങ്ങളുടെ വെബ് പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വെബ് പേജ് കണ്ടന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കണ്ടന്റ് നിങ്ങൾ എവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യണം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബോഡി ടാഗിനുള്ളിൽ വേണം ആക്ച്വലി വെബ് പേജ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക.
കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഹെഡിങ് ഉണ്ടാവും, പാരഗ്രാഫ് ഉണ്ടാവും, അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തുണ്ട്, HTML ടാഗ്സ് ഉണ്ട്. ആ ടാഗ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഇതിൽ ഈ HTML എന്ന് പറയുന്നത് എന്താണ്, ഒരു ടാഗാണ്. ഈ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്, വേറൊരു ടാഗാണ്. ഈ ക്ലോസിംഗ് ഹെഡ് എന്താണ്, വേറൊരു ടാഗാണ്. അപ്പോ ഇതിൽ HTML എലമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു HTML ടാഗ് എന്ന് ഉദ്ദേശിക്കുന്നത് HTML ഓപ്പണിംഗ് ഒരു സെപ്പറേറ്റ് ടാഗാണ്. HTML ക്ലോസിംഗ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ടാഗാണ്. ദെൻ ഒരു ടാഗിന്റെ ഓപ്പണിംഗ്, ദെൻ ഇൻ ബിറ്റ്വീൻ ക്ലോസിംഗ് നമ്മൾ എഴുതുന്ന കണ്ടന്റ്, ഇതിന് എൻ്റെ പറയുന്ന പേരാണ് HTML എലമെന്റ്. ഇതൊരു HTML ടാഗ് ആണ്, പക്ഷെ ഇതെന്താണ്, ഒരു HTML എലമെന്റ് ആണ്. ഓപ്പണിംഗ് ടാഗ് ഉണ്ടാവും, ക്ലോസിംഗ് ടാഗ് ഉണ്ടാവും, ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാവും, കണ്ടന്റ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, HTML എലമെന്റ്. അപ്പൊ ഇത്തരം HTML എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, HTML ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു HTML ഡോക്യുമെന്റ് സ്ട്രക്ചർ ആണ്. എപ്പോഴും ഒരു HTML ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTML എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടായിരിക്കും. HTML ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിനുള്ളിലായിരിക്കും ആ ഡോക്യുമെന്റ് എൻ്റെ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. HTML ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന ടാഗാണ് ഹെഡ് ടാഗ്. അതായത് നിങ്ങളുടെ HTML ഫയലും വേറെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫയലുമായിട്ടുള്ള ലിങ്കുകളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയായിരിക്കും, ഹെഡ് സെക്ഷനുള്ളിലായിരിക്കും. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിന്റെ ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഹെഡ് സെക്ഷനുള്ളിലായിരിക്കും. ഹെഡ് കഴിഞ്ഞാൽ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ബോഡി ടാഗ്. ഈ ബോഡി ടാഗിനുള്ളിൽ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ് മാത്രമേ നിങ്ങളുടെ വെബ് പേജിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു ബേസിക് HTML ഡോക്യുമെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കോഡ് എവിടെയെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു വെബ് പേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ HTML കോഡുകളെ റൺ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഡിറ്ററിലോ അല്ലെങ്കിൽ ഒരു IDEയിലോ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ കോഡുകൾ ടൈപ്പ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കോഡ് എഡിറ്റേഴ്സ് അറിയോ, അല്ലെങ്കിൽ കോഡുകൾ എഴുതാനുള്ള ഒരു IDE നിങ്ങൾക്ക് അറിയോ, നിങ്ങൾ ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ, സബ്ലൈം ആണ് ഉദ്ദേശിക്കുന്നത്. എന്ത് കോഡ് എഴുതാൻ വേണ്ടിട്ടാ, ഓ റോബോട്ടിക്സിന്റെ. ഓക്കെ, ദെൻ VS കോഡ്. ദെൻ ഓൺലൈൻ കുറെ കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പൈത്തൺ ആണെങ്കിൽ ചിലപ്പോൾ പൈച്ചാൻ എന്ന് പറയുന്ന ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ആൻഡ്രോയിഡ് ആണെങ്കിൽ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, എക്ലിപ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ IDEs ഉണ്ട്. നമ്മുടെ എൻ്റെ കോഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന IDEയുടെ അല്ലെങ്കിൽ കോഡ് എഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്, VS കോഡ് ആണ്. അപ്പോൾ VS കോഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണോ, അല്ല, ആണോ, ഇൻസ്റ്റാൾഡ് ആണ്. ഇയാളുടെ ഓൾറെഡി ഉണ്ടോ, ഓക്കെ, ഇതിൽ ഓൾറെഡി ഉണ്ടാവും. ഇൻസ്റ്റാൾഡ് അല്ലാത്തവരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിസ്റ്റത്തിൽ VS കോഡ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ബ്രൗസറിൽ ഇല്ല എന്നുള്ള ചോറല്ലേ, സെർച്ച് ബാറിൽ ഒന്നെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി VS കോഡ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ എന്നുള്ളത്. എവിടെയല്ല, സെർച്ച് ബാറിൽ താഴെ വിൻഡോയ്ക്ക് കാണുന്നു, വിൻഡോസ് ഏതാ, വിൻഡോസ് ഏതാണത്, 7 ആണ്. ഹെൽത്തി ആക്സസ് അഡ്വാൻറ്റേജ് അതിൽ TN ക്യാപ്പാണ്.
ആക്സസ് ആൻഡ് സെവൻ ആണ് അവരുടെ വിൻഡോസ്. കൃഷ്ണൻ
നിങ്ങൾ തന്നെ കാര്യം ചെയ്യും സിസ്റ്റം ഇങ്ങനെ സിസ്റ്റത്തിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ നാളെ ക്ലാസ് ആകുമ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് സിസ്റ്റം ഇവിടെ വെച്ചിട്ട് കൊടുത്തു അപ്പൊ വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യണം. ടെർമിനൽ ടെർമിനൽ തൽക്കാലം ഇവിടുന്ന് ഒരു ലാപ്പ് എടുക്കുമോ സ്റ്റാഫ് റൂമിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കേട്ടോ. ആ എൽ ടി ആക്സസ് അറ്റ് 123 LT ആക്സസ് അറ്റ് 123 LT ക്യാപ്പ് ആണ്. പാസ്വേഡ് ലുമിനാർ ടെക്നോലാബ് or ലുമിനാർ. ഇയാളുടെ സിസ്റ്റം ആണ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചാർജ് ഇല്ലാത്തത് ബുക്ക് ചെയ്യാത്തത്. ഞാൻ സിദ്ധാർത്ഥ ബ്ലണ്ടർ ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങിയത്. പിന്നെ ബ്ലണ്ടറില് ഫസ്റ്റ് കുഴപ്പമൊന്നുമില്ല. ബ്ലണ്ടർ ചെയ്യുന്ന ടൈമില് ഭയങ്കര ഹീറ്റ് വരും. ബാഗ് ഹീറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വളരെ ഐത്തിലല്ല ലൈഫ് ഇതിന്റെ ആ ലൈഫല്ല അതെ ഒരു വർഷം അയ്മ്പത്തി ഇങ്ങനെ ഇത്ര ഒരു സാധനം ഇത് ഇപ്പോ നാൽപ്പത്തി അതിന് അഭിപ്രായം ഇതാണ് അവസാനിക്കുന്നത് ഇന്നത്തെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഓൾറെഡി കണക്ട് ആയിരിക്കും. ജസ്റ്റ് HTML തൽക്കാലം ഒരു ഫോൾഡർ ക്രിയേറ്റ്. നമ്മൾ VS കോഡിലാണ്. അതാണ് വേറെ അപ്പൊ നമുക്ക് ഈ കോഡുകൾ ചുമ്മാ എവിടെയെങ്കിലും റൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. റൺ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് ടൈപ്പ് ചെയ്യാൻ. അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, VS കോഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ VS കോഡ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് നോക്കി കഴിഞ്ഞാൽ തന്നെ VS കോഡിന്റെ ഷോർട്ട് കട്ട് മേ ബി നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, VS കോഡ് ഓപ്പൺ ചെയ്യാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ, ഇപ്പൊ ഞാൻ അല്ലാതെ VS കോഡ് ഓപ്പൺ ചെയ്യാണ്, VS കോഡിനെ സെർച്ച് ചെയ്തു, VS കോഡ് ആപ്പ് ഓപ്പൺ ചെയ്തു. ദെൻ ഇനി നമ്മളിപ്പോ HTML ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ HTML ഞാൻ ഇനി വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി HTML എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിലേക്കാണ് എനിക്ക് ഇനി ഞാൻ HTML ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വിഷ്വൽ കോഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു UI ആയിരിക്കും കാണാം. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കുറെ ഐക്കൺസ്, ലെഫ്റ്റ് ഐക്കൺസ് കാണാം. ഈ ഒരു സ്ക്രീനിലാണ് അല്ലെങ്കിൽ ഈ ഒരു സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് റൈറ്റ് ചെയ്യുക. കോഡ് റൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാണോ, ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാണോ. അതിനിവിടെ ന്യൂ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫോൾഡർ നിങ്ങൾക്ക് ഈ VS കോഡിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ മെനു ഐക്കൺ കാണാം. ഈ ഒരു UI ആണോ നിങ്ങളിൽ ഉള്ളത്, ഈ UI തന്നെയാണോ? ചിലപ്പോൾ വേർഷൻ മാറുന്ന ചിലപ്പോൾ ഐക്കൺസ് ചിലപ്പോൾ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലർക്ക് കാണാം. ഇവിടെ ഫയലിൽ വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോൾഡർ ആണോ നിങ്ങൾക്ക് VS കോഡ് ഓപ്പൺ ചെയ്ത് വരേണ്ടത്, ആ ഫോൾഡർ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത HTML ഫോൾഡർ ഉള്ളത്, ആ ഫോൾഡർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഈ ഡ്രൈവില് ലുമിനാറില് ഇവിടെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത HTML ഫോൾഡർ ഉള്ളത്. ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ VS കോഡിൽ ഇവിടെ ഏത് ഫോൾഡർ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും, HTML. അപ്പൊ ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലൊക്കെ ഞാൻ ഈ ഫോൾഡർ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഫയലൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ഫോൾഡറിൽ എന്താവും, സ്റ്റോർ ആവും. അതൊരു ഓപ്ഷൻ ആണ്. ഇനി അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ടെർമിനലിൽ കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, VS കോഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അതെങ്ങനെയാണ് നോക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്യാൻ ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഡയറക്റ്റ് VS കോഡിൽ പോവാം. വർക്കിംഗ് അല്ല, കുഴപ്പമില്ല, നോക്കിയാൽ മതി. ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തേക്ക് ലേപ്പെടുക്കുമല്ലോ നമ്മൾ. ഇവിടെയാണ് എനിക്ക് അവിടെ മെനു വെക്കേണ്ട ഭാഗം, നിങ്ങൾക്ക് ഇവിടെ ഫയൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഫോൾഡർ സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലല്ലേ ക്രിയേറ്റ് ചെയ്തത്. ഡെസ്ക്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ HTML എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഫോൾഡർ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ HTML ഫോൾഡർ ഇവിടെ VS കോഡിൽ ഓപ്പൺ ആയി. ഇതൊരു വേ ആണ്.
ഇനി അതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഒരു ലൊക്കേഷൻ നിന്നുകൊണ്ട് നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് പറയുന്നത്. അത് പറയാനുള്ള റീസൺ നമുക്ക് ജിറ്റബ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജിറ്റബിലേക്ക് കോഡൊക്കെ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ രീതിക്കാണ് ചെയ്യുക. അതുകൊണ്ട് അത് ആദ്യം ഓക്കെ ആയിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് ആ രീതി ആദ്യം പറയാനുള്ള റീസൺ. ഞാൻ ഇവിടെ VS കോഡ് ക്ലോസ് ചെയ്യാണ്. ഇനി എനിക്ക് VS കോഡിൽ ഓപ്പൺ ചെയ്യേണ്ട ഫോൾഡറിന്റെ ലൊക്കേഷൻ ഞാൻ എടുക്കുകയാണ്. ഈ ഫോൾഡറിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്, VS കോഡ് ഓപ്പൺ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആ ഫോൾഡറിന്റെ പാത്ത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാം. ആ ലാസ്റ്റ് വെച്ചിട്ട് ഫോൾഡർ നെയിം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് അവിടെ എന്താവും, സെലക്ട് ആവും. സെലക്ട് ആയിട്ട് എനിക്ക് ഈ പെർട്ടിക്കുലർ പാത്തിൽ നിന്നുകൊണ്ട് എന്ത് ഓപ്പൺ ചെയ്യണം, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിന് ടൈപ്പ് ചെയ്യുക CMD. എന്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കമാൻഡ് പ്രോംപ്റ്റ് ടെർമിനൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ ലൊക്കേഷൻ നിന്നുകൊണ്ട് എന്ത് ഓപ്പൺ ചെയ്യണം, VS കോഡ് ഓപ്പൺ ചെയ്യണം. അത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് /. എന്റർ അടിച്ചു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ നിന്നുകൊണ്ട് ഇവിടെ കാണാം. നിങ്ങൾക്ക് HTML എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഇപ്പോൾ VS കോഡ് ഓപ്പൺ ആയി വന്നിട്ടുള്ളത്. അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഞാൻ ആ CMD ഉപയോഗിച്ച് ചെയ്യാനുള്ള റീസൺ അത് നമുക്കിനി ആവശ്യം വരും, അതുകൊണ്ടാണ്. ക്ലിക്ക് ചെയ്യുക, പാത്ത് സെലക്ട് ചെയ്യുക, ദെൻ CMD എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക. അപ്പൊ ടെർമിനൽ ഓപ്പൺ ആയിട്ട് വരും. ദെൻ കോഡ് സ്പേസ് ഡോട്ട് എന്റർ അടിക്കുക. വന്നോ? CMD അടിച്ച് കോഡ് സ്പേസ് ഡോട്ട് ഫോൾഡർ ഓപ്പൺ ആയിട്ട് ഇതാണ് ഫോൾഡർ HTML. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫോൾഡർ സ്ട്രക്ചർ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. ദെൻ ഇവിടെ ആയിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ HTML ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഫോൾഡറിന്റെ നേരെ നിങ്ങൾക്ക് കുറെ ഐക്കൺസ് കാണാം, ഫയൽ ക്രിയേറ്റ് ചെയ്യാനും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ. അതിൽ ഫസ്റ്റ് ഐക്കൺ ന്യൂ ഫയൽ എന്ന് പറഞ്ഞ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. HTML ഫയലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിന്റെ എക്സ്റ്റൻഷൻ ഷുഡ് ബി എന്തായിരിക്കണം, .html. നിങ്ങൾ എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഫയൽ നെയിം കൊടുത്ത് എന്റർ അടിക്കുകയാണെങ്കിൽ ഡിഫോൾട്ട് ടെക്സ്റ്റ് ഫയൽ ആയിട്ടായിരിക്കും ആ ഫയൽ സ്റ്റോർ ആവുന്നുണ്ടാവുക. അതുകൊണ്ട് HTML ഡോക്യുമെന്റ് ആണെങ്കിൽ എക്സ്റ്റൻഷൻ ഷുഡ് ബി .html എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഞാൻ കൊടുത്ത ഫയൽ നെയിമിൽ ഒരു ന്യൂ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ചെയ്തോ? ഞാൻ എന്ത് ചെയ്യാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ HTML ഡോക്യുമെന്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ട ഏത് ടൈമിലായിരിക്കണം, HTML. അപ്പം നമ്മൾ നോർമലി റൈറ്റ് ചെയ്യുമ്പോൾ ഈ ഓപ്പണിംഗ് ആംഗുലർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇവിടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഡയറക്റ്റ് ടാഗ് നെയിം തന്നെ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ സജഷൻ കാണിക്കും. HTML എന്നാ വേണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് അവിടെ വരും. നിങ്ങൾ ആംഗുലർ ബേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുള്ള പ്രശ്നം, ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എപ്പോഴും ഒരു ഡോക്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യുക ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് HTML ടാഗ് ഉപയോഗിച്ചിട്ടാണ്. എനിക്ക് അവിടെ സജഷൻ ആണ്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി HTML ടാഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കേണ്ട എന്താണ്, ഹെഡ് ടാഗ് ആണ്.
അവിടെ ഞാൻ നെക്സ്റ്റ് ഹെഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അവിടെ സജഷൻ വരുന്നുണ്ട്. എന്റർ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഹെഡ് ടാഗ് വന്നു. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പേജ് നിങ്ങൾക്ക് എന്ത് കൊടുക്കണം? ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ കൊടുക്കണമെങ്കിലാണ് നമ്മൾ ഹെഡ് സെക്ഷനുള്ളിൽ ഏത് ടാഗ് ആഡ് ചെയ്യുക? ടൈറ്റിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിമ്പിൾ വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ടൈറ്റിൽ. ദെൻ ഹെഡ് സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബോഡി ടാഗിനുള്ളിൽ കൊടുക്കുക. ഞാനിവിടെ HTML ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റ് കൊടുക്കും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വെബ് പേജ് ജസ്റ്റ് HTML ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റും ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ വെബ് പേജിന് ഒരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു HTML ഫയല് മാത്രമാണ്. ഇതിനൊരു വെബ് പേജ് ആക്കി മാറ്റണമെങ്കിൽ ഞാൻ ഇതിന് എന്തിൽ റൺ ചെയ്തിട്ടുണ്ടാവണം? ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് റൺ ചെയ്തിട്ടുണ്ടാവും. ഫയൽ ക്രിയേറ്റ് ചെയ്തോ. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു HTML ഫയലിനെ വെബ് പേജ് ആക്കി മാറ്റുക അല്ലെങ്കിൽ ബ്രൗസറിൽ റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ചെയ്തോ. നോർമലി നമ്മൾ ഏതൊരു ഐഡിയിലാണെങ്കിലും ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യുന്നതിന് മുന്നേ അത് എന്ത് ചെയ്തിട്ടുണ്ടാവണം? സേവ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഇനിയിപ്പോ ഓരോ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനുവലി സേവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസും അതിലെ കോഡുകളൊക്കെ ഓട്ടോമാറ്റിക്കലി സേവ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ മെനു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലില് ഓട്ടോ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ടിക്ക് ഇനേബിൾ അല്ലെങ്കിൽ അത് ഇനേബിൾ ചെയ്തിടുക. അപ്പൊ നമുക്ക് മാനുവലി ഓരോ ഫയലും ക്രിയേറ്റ് ചെയ്തിട്ട് കൺട്രോളേഴ്സ് അടിച്ച് സേവ് ചെയ്യുന്നതിന് പകരം ഓട്ടോമാറ്റിക്കലി VS കോഡ് എല്ലാ ഫയൽസ് എന്ത് ചെയ്തോളും? സേവ് ചെയ്തോളും. ഇനേബിൾ അല്ലെങ്കിൽ ഇത് ഇനേബിൾ ചെയ്തിടും. ചെയ്തോ. ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഈ ഫയലിനെ റൺ ചെയ്യണം. ഫയലിനെ റൺ ചെയ്യാൻ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഡയറക്റ്റ് HTML ഫോൾഡറിൽ പോയി കഴിഞ്ഞ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ചെയ്ത് വരും. എവിടെയായിരിക്കും? ബ്രൗസറിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൺ ചെയ്യേണ്ട HTML ഫയൽ ഏതാണോ ആ ഫയൽ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ കോപ്പി പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത HTML ഫയലിന്റെ പാത്ത് കോപ്പി ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡിഫോൾട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ആ സെർച്ച് ബാറിൽ Ctrl+V അടിച്ചിട്ട് ആ പാത്ത് എന്ത് ചെയ്യുക? പേസ്റ്റ് ചെയ്യുക. എന്റർ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത HTML ഫയൽ ഇപ്പോൾ ഒരു വെബ് പേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. റൺ ചെയ്തോ. കോപ്പി പാത്ത് അടിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു ബ്രൗസറിലേക്ക് വരിക. അവിടെ സെർച്ച് ബാറിൽ ഫയൽ ഓട്ടോ സേവ് ഇനേബിൾ ചെയ്തിട്ടുണ്ടോ? ശരി. ഇനി ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ ഫയലില് ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം ഇല്ല ഡോട്ട് എച്ച് ഫയൽ നെയിം എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുത്ത് നിങ്ങൾ സേവ് എടുക്കുന്നത് ഡോട്ടല്ല ഉപയോഗിച്ചത്. ഇനി ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫയൽ കോപ്പി പാത്ത് വേണം. ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ നിങ്ങൾ കോപ്പി ചെയ്ത് അതിന് പേസ്റ്റ് ചെയ്യാൻ Ctrl+V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാത്ത് അവിടെ എന്തായിക്കോളും? പേസ്റ്റ് ആയിക്കോളും. ദെൻ എന്റർ അടിച്ചു കഴിഞ്ഞാൽ ഇനേബിൾ ചെയ്തതാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴാണ് അവിടെ ടിക്ക് മാർക്ക് എന്നാൽ അത് എന്തായിട്ട് സേവ് ആയതിനെ മാത്രമേ നമുക്ക് റൺ ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടും.
HTML ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഫയൽ എന്തായിട്ടുണ്ട്, റൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ ഫയൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നോക്കി, കണ്ടന്റിലോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നോക്കുക, നിങ്ങളുടെ പേജ് നോക്കുക, പേജ് റിഫ്ലക്ട് ആവുന്നുണ്ടോ ആ ചേഞ്ച്? ചേഞ്ചസ് വരുന്നുണ്ടോ? ഇത് ഓൾറെഡി ഉള്ള കണ്ടന്റ് വന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, HTML ഫയലിന്റെ കണ്ടന്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചേഞ്ച് നിങ്ങളുടെ വെബ് പേജ് വിസിബിൾ ആണോ? ആകുന്നുണ്ട്. ഇയാളുടേതാണോ? അല്ല. പേജ് റിഫ്രഷ് ചെയ്ത് നോക്കിക്കേ. റിഫ്രഷ് ചെയ്തിട്ടും ചേഞ്ചസ് റിഫ്ലക്ട് ആവുന്നു. അതിന്റെ റീസൺ എന്താ? റിഫ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന അവിടെ, HTML കോഡുകളിലെ ഒന്നും കൂടി എന്ത് ചെയ്യാണ്, ബ്രൗസറിലേക്ക് ലോഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോഴാണ് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാ റൺ ചെയ്തത്? കോപ്പി പാത്ത് ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്തത്. ചേഞ്ച് റിഫ്ലക്ട് ആവുന്നുണ്ട് റിഫ്രഷ് ചെയ്യാതെ? റിഫ്രഷ് ചെയ്യാതെ റിഫ്ലക്ട് ആവുന്നുണ്ടോ ശരി? ഇല്ല. അപ്പൊ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സോഴ്സ് കോഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതിന്റെ ചേഞ്ച് റിഫ്ലക്ട് ആണെങ്കിൽ നമ്മൾ റിഫ്രഷ് ചെയ്തിട്ട് തന്നെ വേണം നോക്കാൻ. അപ്പൊ എനിക്ക് റിഫ്രഷ് ചെയ്യാതെ തന്നെ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് എന്റെ സോഴ്സ് കോഡിൽ വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യണം, എന്റെ വെബ് പേജിൽ റിഫ്ലക്ട് ചെയ്യണം. അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന VS കോഡിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ലൈവ് സെർവർ. അപ്പൊ എക്സ്റ്റൻഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ഐക്കൺ കാണുന്നുണ്ടോ, എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞിട്ട്? അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ എക്സ്റ്റൻഷൻസ് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അതിൽ നിന്ന് മുകളിൽ ഒരു സെർച്ച് ബാർ ഉണ്ടാവും, എക്സ്റ്റൻഷൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ എന്ത് സെർച്ച് ചെയ്യുക? ലൈവ് സെർവർ. ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കാണുന്നു, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് അൺഇൻസ്റ്റാൾഡ് ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ആയിരിക്കും അവിടെ കാണിക്കുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ലൈവ് സെർവർ സെർച്ച് ചെയ്ത് ലൈവ് ലൈവ് ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചേഞ്ചസ് VS കോഡ് ഇത് ഒഴിവാക്കി ഫയൽസിലേക്ക് ഇത് ഓൾറെഡി അത് ഇൻസ്റ്റാൾഡ് ആണ്. ഇൻസ്റ്റാൾ ചെയ്തോ? ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളിപ്പോ കോപ്പി പാത്ത് ഉപയോഗിച്ച് റൺ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ഇവിടെ ഗോ ലൈവ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ വന്നിട്ടുണ്ടോ? ഇവിടെ ഗോ ലൈവ് വന്നിട്ടുണ്ടോ? ആ. ഇനി നിങ്ങൾക്ക് പേജ് റൺ ചെയ്യണമെങ്കിൽ പാത്ത് കോപ്പി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് HTML പേജ് ആണോ റൺ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്ത് വെക്കുക, ഗോ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി ആ പേജ് ഇപ്പോൾ ബ്രൗസറിൽ റണ്ണായി വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ കോഡിൽ. ആ ചേഞ്ച് ഇമ്മീഡിയറ്റ്ലി ഇവിടെ റിഫ്ലക്ട് ആവുന്നുണ്ട്, ബ്രൗസറിൽ റിഫ്ലക്ട് ആവുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവ് സെർവർ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ആ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ പോർട്ട് നമ്പർ കാണിക്കുക, അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിന്റെ റണ്ണിങ് അവിടെ എന്തായിക്കോളും, സ്റ്റോപ്പ് ആയിക്കോളും. ഇപ്പം ലൈവ് സെർവർ ഉപയോഗിച്ച് റൺ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. വന്നോ? അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് HTML വളരെ ബേസിക് ആയിട്ടുള്ളൊരു, മാറിയിട്ടില്ല.
ഫയൽ സേവ് അല്ലേ? വെബ് പേജ് റൺ ചെയ്ത് ഈ കണ്ടന്റ് നമ്മൾക്ക് നേരത്തെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ക്രോമിലാണ് ആക്ച്വലി റൺ ആയിട്ട് ലൈവ് സെർവർ. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു HTML ഫയലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായിക്കോട്ടെ, ഇനി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഇനി ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഫോൺ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അതേ രീതിക്കാണ് അത് റീറ്റെയിൻ ചെയ്യുന്നത്. അതിൽ കുറെ മോഡിഫിക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ വേർഷൻസ് ഒക്കെ വരും. അതുപോലെ തന്നെ HTML ഇൻട്രൊഡ്യൂസ് ആരാ HTML ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഏത് ഇയർ അറിയോ? ടിം ബേർണേഴ്സ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? HTML ഈ 1992 ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി പോപ്പുലർ ആകുന്നത് ഈ 1993 ദെൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തുള്ള രീതിക്കല്ല ആക്ച്വലി ഇപ്പോ HTML സ്ട്രക്ചറും അല്ലെങ്കിൽ യൂസേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ HTML ഫസ്റ്റ് വേർഷനിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റിംഗ് ടാഗ്സ്, അതായത് പി ടാഗ്, ഹെഡ് ടാഗ്, ലിങ്ക് ടാഗ്, ലിസ്റ്റ് ടാഗ്, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള ടാഗുകൾ മാത്രമേ HTML ഫസ്റ്റ് വേർഷനിൽ ഉള്ളായിരുന്നു. ദെൻ സെക്കൻഡ് ഇപ്പൊ HTML ഏത് വേർഷൻ ഉപയോഗിക്കുന്നത്? 5 ആണ്. HTML ഇപ്പൊ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്ന 5 ആണ്. ദെൻ സെക്കൻഡ് വേർഷനിലേക്ക് വന്നപ്പോഴാണ് ഈ ഫോംസും ടേബിളും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ തേർഡ് വേർഷനിലാണ് ഫോംസിന്റെയും ടേബിൾസിന്റെയും കുറച്ചും കൂടി ഒരു എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ് വന്നതും അതുപോലെ സ്റ്റൈൽ HTML ടാഗിനെ സ്റ്റൈൽ ചെയ്യാനുള്ള CSSന്റെ ചെറിയ രീതിക്കുള്ള സപ്പോർട്ടൊക്കെ HTMLന്റെ തേർഡ് വേർഷനിൽ വന്നത്. ദെൻ ഫോർത്ത് വേർഷനിലേക്ക് എത്തിയപ്പോഴാണ് ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ CSSന് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വന്നു. ഇതൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, JS കോഡുകൾ ഇംപ്ലിമെന്റ് ചെയ്തു. ഇതൊക്കെയാണ് ഫോർത്ത് വേർഷനിൽ വന്നത്. ഫിഫ്ത്തിലേക്ക് എത്തിയപ്പോഴാണ് സെമാൻറ്റിക് ടാഗ്സ് വന്നു, ഇൻപുട്ടിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ടാഗ്സുകൾ വന്നു. അതുപോലെ തന്നെ വെബ് സ്റ്റോറേജ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ്. എന്താ വെബ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ? ഈ സെഷൻ ലോക്കൽ സ്റ്റോറേജ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ ഏതിലാണ്? HTML ലേറ്റസ്റ്റ് വേർഷൻ. അതുപോലെ തന്നെ സെമാൻറ്റിക് ടാഗ് ഒക്കെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ ഏത് വേർഷനിലായിരുന്നു? HTMLന്റെ ഫിഫ്ത്ത് വേർഷനിലായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ വേണം പഠിക്കാൻ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു HTML5 വേർഷന്റെ സ്ട്രക്ചർ എന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു ഫയലൂടെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്? HTML5ന്റെ വേർഷൻ സ്ട്രക്ചർ ലോഡ് ചെയ്യിക്കുകയാണ്. നമ്മളിപ്പോ തൊട്ട് മുന്നേ ഈ ഒരു ഫയൽ നമ്മൾ HTML 1 by 1 ആയിട്ട് ഓരോ ടാഗുകളും ക്രിയേറ്റ് ചെയ്ത് വന്നതാണ്. ഇനി HTML5ന്റെ സ്ട്രക്ചർ ലോഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ HTML എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ HTML:5 എന്ന് പറഞ്ഞ സജഷൻ കാണാം. അത് ക്ലിക്ക് എൻ്റർ അടിക്കുമ്പോൾ തന്നെ HTML5ന്റെ സ്ട്രക്ചർ അവിടെ എന്തായിക്കോളും? ഓട്ടോമാറ്റിക്കലി ലോഡ് ആയിക്കോളും. ഇത് ഒരു വേ ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ലോഡാവും? HTMLന്റെ സ്ട്രക്ചർ ലോഡാവും. രണ്ടിൽ ഏത് മെത്തേഡ് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് എൻ്റർ ചെയ്യുക, ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അല്ലെങ്കിൽ HTML എന്ന് പറഞ്ഞാൽ അടിക്കുന്ന സമയത്ത് തന്നെ HTML5ന്റെ സജഷൻ വരും. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ HTML5ന്റെ സ്ട്രക്ചർ അവിടെ ലോഡ് ആയിക്കോളും. ഇത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ HTML ഡോക്യുമെന്റ് സ്ട്രക്ചർ ആണ്. ഇത് HTML5 വേർഷന്റെ സ്ട്രക്ചർ ആണ്. ഇത് തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റീസോ അല്ലെങ്കിൽ ഡിഫറൻസോ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്ന രണ്ട് ഫോർമാറ്റ് ആക്ച്വലി ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ? സെയിം ആ. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിങ്ങൾക്ക് ഡോക് ടൈപ്പ് കാണാം. ഇത് എന്തൊക്കെ ടാഗ് ആണ്? ആണോ? ആ, ഇത് ടാഗ് അല്ല, ആംഗുലർ ബേസിസ് ഉള്ളതുകൊണ്ട് ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ടാഗ് ആണ് വിചാരിക്കരുത്. ഇത് ജസ്റ്റ് നമ്മളിപ്പോ ടൈപ്പ് ചെയ്ത HTMLന്റെ വേർഷൻ ഫിഫ്ത്ത് വേർഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ലൈൻ മാത്രമാണ് എന്ത്? ഡോക് ടൈപ്പ്. നിങ്ങൾ ഒരു HTMLന്റെ ഫയലിന്റെ ടോപ്പിൽ ഡോക് ടൈപ്പ് HTML എന്ന് കാണുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കണം? അത് HTML5 വേർഷൻ ആണെന്നുള്ളത്. ദെൻ ശരിക്കും ഫയലിന്റെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തന്നെയാണ്?
HTML മുതലാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെയും കാണാം HTML ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് HTML ഉള്ളിലാണ് എന്റെ കണ്ടന്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ അഡീഷണലി HTML ടാഗ് നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടെ കാണാം. എന്താ ലാങ് എന്ന് പറഞ്ഞത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലാംഗ്വേജ്. ലാംഗ്വേജ് എന്താ? ഇംഗ്ലീഷ്. കാരണം നമ്മൾ HTML കോഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്ന ഏത് ലാംഗ്വേജിലാണ്? ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്ക് ബേസിക് സ്ട്രക്ചർ സിമിലർ ആണ്. നിങ്ങൾ HTML5 വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ആ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം. ആ ഡിഫറൻസ് മാത്രമേ. എന്തിനു വേണ്ടിയിട്ടാ? ബോത്ത് ഡെവലപ്പേഴ്സ് ആൻഡ് ബ്രൗസേഴ്സിന് ആ ഡോക്യുമെന്റ് കുറച്ചും കൂടി ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് എവിടെ കൊടുത്തിട്ടുണ്ട്? HTML5 സ്ട്രക്ചർ. അതാണ് HTML ഏത് ആട്രിബ്യൂട്ടൂടെ സെറ്റ് ചെയ്യാൻ റീസൺ? ലാംഗ്വേജ് എന്നുള്ളത് എന്താക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്? ഇംഗ്ലീഷ് ആയി കൊടുത്തിട്ടുണ്ട്. ദെൻ HTML കഴിഞ്ഞിട്ട് ബേസിക്കലി ഉള്ളതുപോലെ ഒരു ഹെഡ് സെക്ഷൻ ഉണ്ട്. ആ ഹെഡ് സെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ള ടൈറ്റിൽ ടാഗ് എവിടെയും ഉണ്ട്, HTML5 വേർഷനിലും ഉണ്ട്. ദെൻ അഡീഷണലി നിങ്ങൾക്ക് 2 മെറ്റാ ടാഗുകൾ കാണാം. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെറ്റാ ടാഗ്. എന്താ മെറ്റ എന്ന് പറഞ്ഞാൽ? മെറ്റാ ഡാറ്റ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ മെറ്റാ ഡാറ്റ എന്ന് പറഞ്ഞാൽ? ആ ഡാറ്റ എൻകോഡ് ചെയ്യാൻ മെറ്റാഡാറ്റ എന്ന് പറഞ്ഞ വേർഡ് ആക്ച്വലി മീൻ ചെയ്യുന്ന ഡാറ്റ അബൌട്ട് ഡാറ്റ എന്നാണ്. അതായത് ഒരു ഡാറ്റ വേറെ എന്തോ ഡാറ്റയെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള. അപ്പൊ ഈ 2 മെറ്റാ ടാഗുകൾ വേറെ എന്തൊക്കെയോ ഇൻഫർമേഷൻ ആണ് ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതിൽ ഫസ്റ്റ് മെറ്റാ ഡാറ്റയിൽ കാപ്സെറ്റ് ഈക്വൽ ടു UTF-8 ഈ ടേം നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? ഈസി കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കുറെ എൻകോഡിംഗ് സ്കീം ഒക്കെ പഠിക്കുന്നില്ല? യൂണികോഡ്, ആസ്കി കോഡ് എന്നൊക്കെ പറഞ്ഞ കുറെ. അതുപോലെ തന്നെ നമ്മൾ ഈ HTML കോഡുകളെ ബ്രൗസർ നമ്മൾ എഴുതുന്നത് എന്താ? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അതിനെ മെഷീൻ ലെവലിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഉപയോഗിക്കുന്നുണ്ട്? എൻകോഡിംഗ് സ്കീമുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം കമ്പ്യൂട്ടേഴ്സിന് എന്ത് മനസ്സിലാവുള്ളൂ? ബൈനറി കോഡുകളെ മനസ്സിലാവുള്ളൂ. അപ്പൊ ആ കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടർ സെറ്റ് ആണ് ഇതെന്ന് പറയുന്നത് UTF-8 എന്ന് പറയുന്നത്. ദെൻ ഒരു വ്യൂ പോർട്ടിന് ഒരു മെറ്റാ ടാഗ് ഉണ്ട്. ഈ ലൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞാൽ? ആ ഡിസ്പ്ലേ. നമ്മൾ ഒരു പേജ് നിങ്ങൾ ഒരു സ്ക്രീനിൽ വ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ക്രീനാണ് ആക്ച്വലി അവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യൂ പോർട്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഈ ലൈൻ ആക്ച്വലി നമ്മൾ പേജസിനെ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈനാണ് ഈ വ്യൂ പോർട്ടിന്റെ മെറ്റാ ടാഗ്. അതിൽ കണ്ടന്റ് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു ഡിവൈസ് വിഡ്ത്ത് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? എന്താ റെസ്പോൺസീവ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താ പേജ് റെസ്പോൺസീവ് ആക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നോർമലി വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഡെസ്ക്ടോപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഇൻ കേസ് നിങ്ങൾ ഒരു യൂസർ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് എന്തിൽ വ്യൂ ചെയ്യാൻ പറ്റണം? ഫോണിൽ ഫോൺ സൈസിൽ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനാണ് നമ്മൾ പേജസിനെ റെസ്പോൺസീവ് ആക്കുക എന്ന് പറയുന്നത്. ആ പേജ്, അതായത് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് ഒരു ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ പേജ് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന ഡിവൈസിന്റെ വിഡ്ത്തിന് ഫിറ്റ് ആയിട്ട് തന്നെ ആ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് കൊടുക്കുന്നത്? കണ്ടന്റിന്റെ ഡിവൈസിന്റെ വിഡ്ത്ത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള റീസൺ. ദെൻ ഇനീഷ്യൽ സ്കെയിൽ, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് സ്മോൾ ഡിവൈസ്, അതായത് ഫോൺ പോലുള്ള ഡിവൈസസിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവാൻ പാടില്ല? ചിലപ്പോൾ ആ സൂമിംഗ് ഒന്നും വരാൻ പാടില്ല. അതായത് ഇനീഷ്യൽ സ്കെയിൽ, അതായത് നോർമൽ സൂമിങ്ങിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനീഷ്യൽ സ്കെയിൽ എന്താക്കി കൊടുത്തിട്ടുള്ളത്? 1.0. അതായത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, അതായത് നിങ്ങളുടെ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ആസ് വെൽ ആസ് ബ്രൗസർ ആൻഡ് ഡെവലപ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആ സ്ട്രക്ചറിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് മാത്രം. ദെൻ എന്തുണ്ട്? ടൈറ്റിൽ ഉണ്ട്. ദെൻ ഹൈഡ് കഴിഞ്ഞാൽ ബോഡി ടാഗിനുള്ളിലാണ് നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഈ സ്ട്രക്ചർ അല്ല. എന്താണ്? HTML5 സ്ട്രക്ചർ. അപ്പൊ ഒരു HTML ഫയൽ ഡോക്യുമെന്റ് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവിടെ ലോഡ് ചെയ്യിപ്പിക്കുന്നത് HTML5 സ്ട്രക്ചർ. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് HTML കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ HTML നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കുറെ എന്തുണ്ട്? ടാഗ്സ് ഉണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കണ്ടന്റ്സ് നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കുക. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നിങ്ങൾക്ക് അറിയാം? കുറെ ടാഗ് പഠിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾ പഠിച്ച ടാഗുകൾ ഏതൊക്കെയാ? ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യണം. നിങ്ങൾ ഏത് ടാഗാ യൂസ് ചെയ്യുക? ടാഗ് നെയിം എന്താ?
ഹെഡിങ് എന്തിനാ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യിക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റിന്റെ മെയിൻ സാധനം ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹെഡിങ് കൊടുക്കുക. ഹെഡിങ്ങും നോർമൽ കണ്ടന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വലിയ സൈസ് ആയിരിക്കും, ഒന്ന് ബോൾഡിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ടാഗ് HTML യൂസ് ചെയ്യാം? H1 to H6 വരെയുള്ള 6 ടാഗുകൾ നിങ്ങൾക്ക് ഏത് ടാഗ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ H1 എൻട്രി ടൈപ്പ് ചെയ്തു, സജഷൻ കാണാം. എൻട്രി അടിച്ചു കഴിഞ്ഞാൽ അവിടെ H1 ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ചുമ്മാ ഒരു കണ്ടന്റ് ആണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അത് വളരെ നോർമൽ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന സൈസ് ആൻഡ് ബോൾഡിൽനെസ്സിൽ എന്ത് കാണുള്ളൂ? വെബ് പേജ് കാണുള്ളൂ. ഇനി എനിക്ക് കുറച്ചും കൂടെ ഹെഡിങ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ സൈസിൽ കുറച്ച് ബോൾഡ് ആയിട്ടാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം സൈസിലുള്ള H1 ബൈ ഡിഫോൾട്ട് മീൻസ് ഹെഡിങ് കിട്ടുക ഏത് ടാഗ് യൂസ് ചെയ്യുമ്പോഴാണ്? H1 ടാഗ് യൂസ് ചെയ്യുമ്പോഴാണ്. ഞാനിവിടെ ഹെഡിങ് 1 എന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്നുണ്ട്? ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ടന്റ് എന്തായി മാറിയിട്ടുണ്ട്? കുറച്ച് വലിയ സൈസിലും കുറച്ച് ബോൾഡ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് ഹെഡിങ് ഇത്രയും സൈസിൽ വേണ്ട, ഇതിനേക്കാളും ചെറിയ സൈസിൽ മതിയെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അവിടെ H1 പകരം നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം? H2 ടാഗ് യൂസ് ചെയ്യാം. അപ്പൊ ഡിസ്പ്ലേ ചെയ്യുന്നത് കുറച്ചും കൂടി ചെറിയ സൈസിലായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് എത്ര വേരിയേഷൻസ് കൊടുക്കാം? H1 മുതൽ H6 വരെയുള്ള ടാഗുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതിന്റെ മെയിൻ ഡിഫറൻസ് എന്താ? അതിന്റെ സൈസ് ആണ്. ഏറ്റവും ഹയസ്റ്റ് സൈസിലുള്ള ഹെഡിങ് കിട്ടുക H1 ടാഗ് യൂസ് ചെയ്യുമ്പോഴും ഏറ്റവും ലോവസ്റ്റ് കിട്ടുക H6 ടാഗ് യൂസ് ചെയ്യുമ്പോഴും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ആ H1 to H6 ടാഗ് വരെയുള്ള ടാഗ് ഉപയോഗിച്ചാണ് ഹെഡിങ് ഡിസ്പ്ലേ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ടാഗിന് തന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു 4 ടൈംസ് കൂടെ പേസ്റ്റ് ചെയ്യാണ്. ഇനി എനിക്ക് ഈ H2 എന്താക്കി മാറ്റണം? H3 ആക്കി മാറ്റണം. ഞാൻ ആ ഓപ്പണിംഗ് ടാഗിലെ 3 റിമൂവ് ചെയ്തപ്പോൾ ക്ലോസിംഗ് ടാഗിലെ 3 ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയിട്ടുണ്ട്. ഞാൻ ഓപ്പണിംഗ് ടാഗിൽ ഒരു ചേഞ്ച് വരുത്തിയപ്പോൾ ആ ചേഞ്ച് എവിടെ റിഫ്ലക്ട് ആയിട്ടുണ്ട്? ക്ലോസിംഗിൽ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. പല രീതിയിൽ ഒരു നെയിം കൊടുക്കുക. എക്സ്റ്റൻഷൻ കൊടുത്തു. ഫയൽ നെയിം അല്ലേ കൊടുത്തത്? എക്സ്റ്റൻഷൻ കൊടുത്തു. ആ ഡോക്യുമെന്റ് ടൈപ്പ് എന്താന്നുള്ളതാണ് ആ എക്സ്റ്റൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ HTML5 സ്ട്രക്ചർ ലോഡ് ചെയ്യിപ്പിക്കുന്നത്. രണ്ട് വേണ്ട. ഒന്നെങ്കിൽ HTML ആണ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ 5 എന്ന് പറഞ്ഞ് കാണാം. എൻ്റർ അടിക്കുമ്പോൾ ആ സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി ലോഡ് ആവും. ഇനി അതല്ലാതെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്ക് ഷിഫ്റ്റ് 1 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? എക്സ്ക്ലമേഷൻ. ദെൻ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രക്ചർ ലോഡ്. രണ്ടിൽ ഏത് മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. വന്നോ? വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന VS Code പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ് ഓട്ടോ റീനെയിം ടാഗ്. എക്സ്റ്റൻഷൻസ് എടുക്കുക, അതിലെന്ത് സെർച്ച് ചെയ്യുക? ഓട്ടോ റീനെയിം ടാഗ്. ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യും. അത് ഇൻസ്റ്റാൾ ചെയ്തത് അത് ചെയ്യാനുള്ള റീസൺ ഇപ്പൊ എനിക്കിപ്പോ ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ടാഗ് ആണ് H1 മുതൽ H6 വരെയുള്ള ടാഗ്. ഞാനിപ്പോ ഇവിടെ H1 എന്ന് പറഞ്ഞ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസ്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഒരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടന്റ് എങ്ങനെയായിട്ട് വരും? ഗോല ഉപയോഗിച്ച് റൺ ചെയ്യാണ് ബോൾഡ് ആയിട്ടാണ് ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യുന്നത് പോലെ. അതിന് നിങ്ങൾക്ക് H1 മുതൽ H6 വരെയുള്ള ടാഗ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയും അപ്പൊ നിങ്ങൾക്ക് ഓപ്പണിംഗ് ടാഗിൽ വരുന്ന ചേഞ്ചസ് ക്ലോസിംഗ് ടാഗിലും റിഫ്ലക്ട് ആവും. എക്സ്റ്റൻഷൻ എടുത്ത് ഇത് തൊട്ട് മുന്നേ ചെയ്തല്ലോ എക്സ്റ്റൻഷൻ അവിടെ സെർച്ച് ചെയ്യും. ഓട്ടോ
അത് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ചസ് റിഫ്ലക്ട് ആയിക്കോളും, വേറെ ഒന്നും ചെയ്യാനില്ല. അതെന്തിനാ ചെയ്തതെന്ന് മനസ്സിലായോ? എന്തിനാ ചെയ്തതെന്ന് മനസ്സിലായോ? ഞാൻ ഇവിടെ ഓപ്പണിംഗ് ടാഗിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ ചേഞ്ച് എനിക്ക് ക്ലോസിംഗിലൂടെ വരണം, അതിന് വേണ്ടിയിട്ടാണ്. H1 to H6 വരെയുള്ള ടാഗ് ഉപയോഗിച്ച് ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഈ രീതിക്കായിരിക്കും കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഇത്രയും ടാഗുകളാണ് നമ്മൾ ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ചെയ്തോ? നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കമന്റ് ചെയ്തിടാറുണ്ട് ലൈൻസ്. എന്തിനു വേണ്ടിയിട്ടാ കമന്റ് ചെയ്യാറ്? അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താ? ആ അതായത് നമുക്ക് എന്താ പറയുക, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ എന്തെങ്കിലും കോഡ് എഴുതി, ചിലപ്പം നിങ്ങൾ എഴുതിയ പ്രൊജക്ട് ചിലപ്പോൾ വേറൊരാളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത് പിന്നെ നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാൻ വേണ്ടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മളൊന്ന് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇനി കുറച്ചുകൂടെ ഫ്യൂച്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ കമന്റ് ചെയ്തിടും. അതെന്തല്ല, നമ്മുടെ കോഡിന്റെ പാർട്ടല്ല, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ അഡീഷണൽ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രൗസറിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ലൈൻ നിങ്ങൾ കമന്റ് ചെയ്തിടണമെങ്കിൽ ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് കൊടുക്കുകയാണ്. ടാഗ്സ് ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ഹെഡിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇത്രയും ടാഗ് H1 to H6 ടാഗുകൾ ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നോക്കിയാൽ മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കണ്ടന്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്താ, അത് എന്റെ പേജ് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതെന്റെ പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട കണ്ടന്റ് ആണോ? അല്ല. അത് എനിക്ക് എന്ത് ചെയ്യേണ്ട, എക്സിക്യൂട്ട് ചെയ്യേണ്ട. അതുകൊണ്ട് എനിക്ക് അതിനെ കമന്റ് ആക്കി ക്രിയേറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമന്റ് ചെയ്യണമെങ്കിൽ ഡബിൾ സ്ലാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമന്റ് ചെയ്യുക. അതിന് കൺട്രോൾ ബാക്ക്വേർഡ് സ്ലാഷ്, സോറി ഡബിൾ സ്ലാഷ് അല്ലാതെ മൾട്ടി ലൈനിലാണ് ഈ എക്സ്ക്ലമേഷൻ ദെൻ ഡബിൾ ഐഫൺ. ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, HTML കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ ബാക്ക്വേർഡ് സ്ലാഷ് അടിച്ചു കഴിഞ്ഞാൽ ആ കമന്റ് ചെയ്യാനുള്ള സിമ്പിൾ വരും, അതിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ കമന്റ് ചെയ്യണമെങ്കിൽ ആ ലൈൻ അവിടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ ബാക്ക്വേർഡ് സ്ലാഷ് പ്രസ് ചെയ്യുക. ദെൻ ആ ലൈൻ എന്താവില്ല, ഇനി ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ആ ലൈൻ എന്ത് ചെയ്താൽ മതി, കമന്റ് ചെയ്തിട്ടാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതും നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടാത്ത കോഡുകളാണ്, അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട്. അപ്പൊ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം കമന്റ് ചെയ്തിടുന്നത്. ചെയ്തോ? H1 to H3 വരെയുള്ള ഹെഡിങ്, എന്തെങ്കിലും ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യുക. മാക്സിമം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത്. ഈ ടാഗ് എനിക്ക് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പൊ ഡിഫറൻസ് എന്താ വരുന്നുള്ളൂ, H4 ആവും, H5 H6 ആവും. അപ്പൊ എന്ത് ചെയ്യുക, ഈ ലൈന് സെലക്ട് ചെയ്യാം, കൺട്രോൾ C അടിച്ചു കഴിഞ്ഞാൽ ലൈൻ എന്താവും, കുട്ടിയാവും. തൊട്ട് താഴെ എനിക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യണം. എൻ്റർ അടിച്ചിട്ട് എന്ത് അടിക്കുക, കൺട്രോൾ V അടിച്ചു കഴിഞ്ഞാൽ എന്താവും, പേസ്റ്റ് ആവും. എഗെയിൻ വേണം കൺട്രോൾ V അടിക്കാം, പേസ്റ്റ് ആവും. എന്നിട്ട് ഇവിടെ H3 എന്നുള്ള എന്താക്കും, H4 ആക്കുക, ഇവിടെ H3 എന്നുള്ള H5 ആവും. ഇനി എന്ത് ചെയ്യണം, ഇത് കമന്റ് ചെയ്ത്, അതായത് എനിക്ക് ഇനി H5 എന്ത് ചെയ്യേണ്ട, റൺ ചെയ്യണ്ട. അല്ലെങ്കിൽ എനിക്ക് ഈ എനിക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ടാഗുകളെല്ലാം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യണം. ഹെഡിങ് നമ്മളിപ്പോ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ക്ലാസ് എടുക്കുന്ന ലെക്ചർ നോട്ടൊക്കെ എഴുതില്ലേ, അപ്പൊ എനിക്കിപ്പോ ഈ ടാഗ്സ് യൂസ്ഡ് ഫോർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണ്ട, എന്റെ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് വരണ്ട. നിങ്ങൾ ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ
ഇപ്പൊ ടാഗ് യൂസ്ഡ് ഫോർ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് എന്റെ വെബ് പേജിന്റെ കണ്ടന്റ് അല്ല. ആ കോഡുകൾ എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ടൈപ്പ് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബ്രൗസർ എക്സിക്യൂട്ട് ചെയ്യും. എനിക്ക് ഈ ലൈൻസ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് കമന്റ് ചെയ്തില്ല. അതിനാണ് കൺട്രോൾ ബാക്ക്വേർഡ് സ്ലാഷ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈൻ എന്ന് കമന്റ് ചെയ്തിട്ട് പിന്നെ ഈ ലൈൻ എന്താവില്ല, എക്സിക്യൂട്ട് ആവില്ല. അതൊന്നും കാണുന്നില്ല ഇവിടെ, ഡിസ്പ്ലേ ചെയ്ത് കാണുന്നില്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമന്റ് ചെയ്ത്. എനിക്ക് കുറച്ച് പാരഗ്രാഫ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളിപ്പോ കുറച്ച് പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് പേജ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാം? കുറച്ച് ഡാറ്റ എനിക്ക് കൊണ്ടുവരണം പേജിലേക്ക്. എന്ത് ചെയ്യും? നിങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്യാണ് ചെയ്യും. മീനിങ് ഫുൾ ആണോന്നില്ല, എനിക്ക് 2 പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഡാറ്റ കിട്ടണം, ഡമ്മി ഡാറ്റ കിട്ടണം. ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ചെറപറാന്നിരുന്ന് അടിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇത് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡമ്മി ഡാറ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഷോർട്ട് കട്ട് ആണ് ലോറോ. ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മീനിങ് ഫുൾ അല്ലാത്ത കുറച്ച് ഡമ്മി ഡാറ്റ ആരെന്നെ പ്രൊവൈഡ് ചെയ്യും? VS കോഡ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇനിയും കണ്ടന്റ് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം, നിങ്ങൾ എവിടെയാണ് നിർത്തിയത് അവിടെ തന്നെ വെച്ച് എന്ത് ചെയ്യരുത്, ലോറോ എന്ന് ടൈപ്പ് ചെയ്യരുത്. ഒന്നൊരു സ്പേസ് ഇടുക, എഗെയിൻ എന്ത് ചെയ്യാം, ലോറോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കണ്ടന്റ് കിട്ടും. ഇനി ഓരോ തവണ ലോറോ എന്ന് പഠിച്ച് ഇങ്ങനെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നതിന് പകരം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എത്ര ടൈംസ് ആ ലോറോ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോ ലോറോ എന്ന് പറഞ്ഞ് അടിച്ചു, എനിക്ക് ലോറത്തിന് കണ്ടന്റ് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾ 3 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കണ്ടന്റ് ഒറ്റയടിക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഇങ്ങനെ ഒരു 2 പാരഗ്രാഫ് ഫയലിൽ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വ്യൂ മാറുന്നുണ്ടോ? ഒരു സിംഗിൾ ലൈനിലാണോ വരുന്നത് ലോറ അടിക്കുമ്പോൾ കണ്ടന്റ്? ഞാനിപ്പോ ഇവിടെ ലോറോ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ എന്റെ വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഒരു സിംഗിൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നില്ല, അപ്പൊ വ്യൂ മാറുന്നുണ്ട്. ആ ബാക്ക് ടു നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് മോഡലിൽ തന്നെ നിങ്ങളുടെ ബാക്ക് ടു നോർമൽ വ്യൂയിലേക്ക് വരണമെങ്കിൽ ഓൾട്ട് സെഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ വ്യൂയിലേക്ക് വന്നോളൂ. ഓൾട്ട് സെഡ്. ലോറോ എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്ത് ഇവിടെ സജഷൻ വന്നിട്ടുണ്ട്. എൻ്റർ സിംഗിൾ ലൈനിലാണ് വന്നത്. അപ്പൊ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ വ്യൂ കംപ്ലീറ്റ് മാറും. ബാക്ക് ടു നോർമൽ വ്യൂയിലേക്ക് വരാൻ ഓൾട്ട് സെഡ്. അത് ഈ രീതിക്ക് വരും. ഇനിയും കണ്ടന്റ് വേണമെങ്കിൽ ഇപ്പൊ എവിടെയാണോ കേഴ്സർ നിൽക്കുന്ന ഒരു സ്പേസ് കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എഗെയിൻ നിങ്ങൾക്ക് എന്തടിക്കാം, ഞാൻ അങ്ങനെ 2 പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2 പാരഗ്രാഫ് വ്യൂ ആവുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ വെബ് പേജിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കണ്ടന്റ് എന്തിനുള്ള റാപ്പ് ചെയ്തിട്ടുണ്ടാവണം? P ടാഗിനുള്ളിൽ റാപ്പ് ചെയ്തിട്ടുണ്ടാവണം. അതായത് HTML പാരഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ആണ് P ടാഗ്. അപ്പൊ എനിക്ക് എന്തിനാണ് പാരഗ്രാഫ് ആക്കേണ്ടത്, ആ എൻ്റയർ കണ്ടന്റിനെ ഞാൻ എന്തിനുള്ള റാപ്പ് ചെയ്തിട്ടുണ്ടാവണം? P ടാഗ്. ദെൻ എനിക്ക് ഇത് വേറൊരു പാരഗ്രാഫ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ഈ എൻ്റയർ കണ്ടന്റിനെ P ടാഗിനുള്ളിൽ എന്ത് ചെയ്യാണ്, റാപ്പ് ചെയ്യാം. റാപ്പ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, കണ്ടന്റ് സെലക്ട് ചെയ്യാം. എനിക്ക് ഈ എൻ്റയർ കണ്ടന്റിനെ P ടാഗിനുള്ള റാപ്പ് ചെയ്യണമെങ്കിൽ ഈ എൻ്റയർ കണ്ടന്റ് സെലക്ട് ചെയ്യുക. എന്ത് ക്ലിക്ക് ചെയ്യുക, ഓൾട്ട് W. അപ്പൊ അതെന്തിനുള്ള റാപ്പ് ആയിക്കോളും, P ടാഗിനുള്ളിൽ. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? ആ, സെലക്ട് ചെയ്യുക, ഓൾട്ട് W. ആദ്യം കണ്ടന്റ് സെലക്ട് ചെയ്തോ? ഓക്കെ, ഇനി ഓൾട്ട് W പ്രസ് ചെയ്തു.
അല്ലേ? വരുന്നുണ്ടോ? വരുന്നില്ല. വരണമെങ്കിൽ അവിടെ എന്ത് വേണം? HTML ടാഗ് റാപ്പ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാണ്. അതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് HTML ടാഗ് റാപ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കണ്ടന്റിനെയും നിങ്ങൾക്ക് ഒരു ടാഗിനുള്ള റാപ്പ് ചെയ്യണമെങ്കിൽ ബൈ ഡിഫോൾട്ട് പി ടാഗിനുള്ള റാപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടേ ഉള്ളൂ. ഞാനിപ്പോ ഏത് കണ്ടന്റിനെയും സെലക്ട് ചെയ്ത് ഓൾട്ട് ഡബ്ല്യൂ അടിച്ചു കഴിഞ്ഞാൽ അത് പി ടാഗിനുള്ള റാപ്പ് ചെയ്യാം. എനിക്ക് പകരം അത് H1 ഉള്ളിലാണെങ്കിൽ ആ പീനെ റിമൂവ് ചെയ്ത് അവിടെ എന്താക്കിയാൽ മതി? നിങ്ങൾക്ക് വേണ്ട ടാഗ് നെയിം കൊടുത്താൽ മതി. ദെൻ ബൈ ഡിഫോൾട്ട് പി ടാഗിനുള്ള റാപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് വരും. ദെൻ നിങ്ങൾക്ക് വേറൊരു ടാഗാ വേണ്ടതെങ്കിൽ ആ പീനെ റിമൂവ് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട ടാഗ് നെയിം പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. VS കോഡ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തു. എന്താണ് ഒരു HTML ഡോക്യുമെന്റ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു. ബേസിക് സ്ട്രക്ചറും HTML5ന്റെ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു. ജസ്റ്റ് ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് H1 to H6 ടാഗ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ദെൻ പാരഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ആ കണ്ടന്റ് പി ടാഗിന്റെ ഉള്ളിൽ റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ കാര്യം പറഞ്ഞോളൂ. നമുക്ക് ഇനിയും ബേസിക് ആയിട്ടുള്ള കുറച്ച് ടാഗ്സ് ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ് പറയാം. നിങ്ങൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള? ചെയ്തിട്ടില്ല. ഓക്കെ. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ? നാളത്തേക്ക് ചെയ്ത് വരണം. കാരണം നിങ്ങൾ സ്കാൻ ചെയ്താലേ നിങ്ങൾക്ക് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നാളത്തേക്ക് ആ ആപ്പ് എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഈ ലാബ് ഇവിടെ വെച്ചോളൂ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ ബാക്കി ചെയ്തോളാം. ഷെയർ ചെയ്യുന്ന പ്രശ്നമുണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്യാവൂ. ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സ്റ്റൻഷൻ അതല്ല, ഇത് HTML ടാഗ് റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാണില്ല. സ്പേസ് വേണ്ട. HTML ടാഗ് റാപ്പിന് ഒരുമിച്ച് കൊടുത്തെങ്കിൽ സ്പേസ് വേണ്ട. തന്നെയല്ലേ പാസ്വേഡ്? ശരിയാണോ?